പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ജി കെ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ്. ഗൂഗിൾ ഷീറ്റിൽ എടുത്ത് വെക്കുക എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെഗറ്റീവ് വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളത് ശരിയാണെങ്കിൽ എന്നുള്ളൊരു പോസിബിലിറ്റി അവർ ചിന്തിക്കുന്നത്. നമ്മൾ കാൽക്കുലേഷൻ സ്പീഡാണ് ആക്ച്വലി ആൾക്കാർ ഇടുന്ന ഒരു പ്രശ്നം. പിന്നെ അനാലിസിസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ 1 മണിക്കൂറാണ് ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് അനാലിസിസ് ചെയ്യുമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോക്ക് എടുക്കുന്നതാണ് നല്ലത്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ റാങ്കിൻ്റെ കഥ എന്ന ഈ ഒരു സീരീസിൽ ഇന്ന് നമ്മളോട് കഥ പറയാൻ എത്തിയിട്ടുള്ളത് ഒരു 4 ചുണക്കുട്ടികളാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നറിയില്ല, നമ്മുടെ SSC CGL പരീക്ഷ നമ്മുടെ നാട്ടിന് ബാക്കിയുള്ള പരീക്ഷകളിലെ ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടുമ്പോഴും ഇത്രയും നല്ലൊരു മിനി സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്ന SSC പരീക്ഷയിൽ ക്ലിയർ ചെയ്യുന്ന ടോപ്പ് റാങ്കുകളിൽ എത്തുന്ന ആളുകളെ പോലും നമ്മൾ ആരും അറിയില്ല. ഈ കഴിഞ്ഞ 2024 SSC CGL പരീക്ഷ ക്ലിയർ ചെയ്ത ഓൾ ഇന്ത്യ നല്ല റാങ്കോടുകൂടി ക്ലിയർ ചെയ്ത് കേരളത്തിൽ ആദ്യ 10 റാങ്കിലെത്തിയ 4 പേരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. എൻ്റെ പേര് മുഹമ്മദ് നിബ്രാസാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങലിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2024 CGL എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 106ഉം കേരള റാങ്ക് 4ഉമാണ്. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ടാണ് ജോബ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് വൈഷ്ണവ്, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2024 CGL കേരള റാങ്ക് 5ഉം ഓൾ ഇന്ത്യ 228ഉം റാങ്ക് ഉണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ടാണ് സെലക്ട് ആയിട്ടുള്ളത്. എൻ്റെ പേര് അഭിഷേക്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ SSC CGL ഓൾ ഇന്ത്യ റാങ്ക് 306ഉം കേരളത്തിൽ 7ാമത്തെ റാങ്കുമാണ് ലഭിച്ചത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ടാണ് സെലക്ട് ആയത്. എൻ്റെ പേര് ഫാസിൽ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ CGL 24ൽ എനിക്ക് ആൾ ഇന്ത്യ റാങ്ക് 93 ആൻഡ് കേരള റാങ്ക് 3. ഇപ്പോൾ എനിക്ക് കിട്ടിയ പോസ്റ്റ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാസിലിനോട് തന്നെ ഇവിടെ ആദ്യത്തെ ഒരു ചോദ്യം. ഇപ്പോൾ ഓൾറെഡി ഫാസിൽ CAG വർക്ക് ചെയ്യുന്നല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുതിയ ആ ഒരു റാങ്ക് ഇമ്പ്രൂവ് ചെയ്ത് കേരളത്തിലൊരു ഓൾ ഇന്ത്യ റാങ്ക് 93, കേരളത്തിൽ 3ാം റാങ്കുമായി. ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്ത് തോന്നുന്നു? ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇത് വർക്ക് ചെയ്തതിന് ഒരു റിസൾട്ട് ഉണ്ടായതിൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരു അച്ചീവ് ചെയ്തൊരു പോസ്റ്റിലേക്ക് തന്നെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ആഗ്രഹിച്ച പോസ്റ്റ് ആൾറെഡി വർക്കിംഗ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. ഏത് വർഷമായിരുന്നു തുടങ്ങിയത്? ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഴയ പാറ്റേണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പഴയ പാറ്റേണും പുതിയ പാറ്റേണും രണ്ടും കൂടി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ പാറ്റേൺ ആയിരുന്നു ഒന്നുകൂടെ നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ളൊരു പഴയ പാറ്റേൺ ആയിരുന്നു. അതിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അഭിഷേക് എന്ത് തോന്നുന്നു ഇപ്പോൾ ഫീൽ? എനിക്ക് ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറഞ്ഞൊരു മൊമെൻ്റാണ്. ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ പരിശ്രമിച്ചിട്ടാണ് ഇത് ക്ലിയർ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അതും നാട്ടിൽ കിട്ടണമെന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലും കൂടെ കിട്ടിയപ്പോൾ ഡബിൾ ഹാപ്പിയായി. പിന്നെ ഓൾറെഡി ഒരു ജോബ് SBI PO റിസൈൻ ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ആ ഒരു ജോലി റിസൈൻ ചെയ്തപ്പോഴും കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നു? ആ ജോലി റിസൈൻ ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമ്മളെ അടുത്ത് ചോദിച്ചിരുന്നു, ഇത് ചെയ്യുന്ന ഒരു മണ്ടത്തരം അല്ലേ, എനിക്കിനി അടുത്ത ജോലി പലപ്പോഴും റിസൈൻ ചെയ്യുന്ന സമയത്ത് പോലും ആൾക്കാർ പറഞ്ഞിരുന്നു ഇനി അടുത്ത ജോലി ചിലപ്പോൾ കിട്ടാൻ ഒരുപാട് വൈകും, കുറേ ബുദ്ധിമുട്ടും അങ്ങനെ. പക്ഷേ എനിക്ക് അധികം ബുദ്ധിമുട്ടാതെ തന്നെ അടുത്ത ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ജോലിയാണ്. അപ്പം അതും ബാക്കി 2 ആദ്യത്തെ SBI കേരളത്തിന് പുറത്തായി പോയി, ബാക്കി 2 കേരളത്തിനകത്ത് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇപ്പം എന്തായാലും സന്തോഷം, ഹാപ്പി. ഓക്കെ, വൈഷ്ണവിന്റെ 2ാമത്തെ അറ്റംപ്റ്റ് അല്ലേ? 2ാമത്തെ. കഴിഞ്ഞ പ്രാവശ്യം അറ്റംപ്റ്റ് കൊടുത്തു, ജസ്റ്റ് മിസ്സായി പോയി. ഇത് 2ാമത്തെ അറ്റംപ്റ്റ്. ഇപ്പം എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. എയിം ചെയ്ത പോസ്റ്റ് തന്നെ കിട്ടി, നാട്ടിൽ തന്നെ കിട്ടി എന്ന് പറയുന്നത് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കിട്ടിയായിരുന്നു. ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള ഒരു. പിന്നെ 2ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ടയർ 1 തന്നെ ക്വാളിഫൈ ആയിട്ടില്ലായിരുന്നു. എത്ര റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഹാപ്പിയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം, നമ്മൾ ഈ SSC എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ അവയർനെസ് കുറവുള്ള ഒരു ഫീൽഡാണ് അല്ലേ? നമ്മൾ പലരും അപ്രതീക്ഷിതമായിട്ടൊക്കെയാണ് ഈ ഒരു SSC എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് എത്തിപ്പെടുന്നത്. എങ്ങനെയാണ് അഭിഷേകം തുടങ്ങാൻ ആദ്യം എങ്ങനെയാണ് SSC എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ശരിക്കും? കാരണം അവയർനെസ് അത്രയും കുറഞ്ഞ PSC എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജനിച്ച മുതലേ കേൾക്കുന്നതാണ് PSC. ഈ SSC ഫീൽഡിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ ശരിക്കും ആദ്യമേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് CDS എന്ന് പറഞ്ഞൊരു എക്സാമിന് വേണ്ടിയായിരുന്നു. അപ്പം എയർഫോഴ്സിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പലതവണ SSB ഇൻ്റർവ്യൂവിന് പോയി അതിനുശേഷം കിട്ടാതെ വന്നു. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു സിമിലർ പാറ്റേൺ
വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് SSC-ൻ്റെ SSC-യിൽ. ഈ CDS-ൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് SSC. അപ്പോൾ അങ്ങനെയാണ് ഞാൻ SSC-യിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ കോളേജിലൊക്കെ പഠിച്ച ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ എൻ്റെ ഒരു ജൂനിയറും കൂടിയാണ് അഭിഷേക്. ഞാനൊക്കെ പലതവണ വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഒരുപാട് ഗൈഡൻസ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫാസിൽ എന്ത് തോന്നുന്നു? ഞാനൊരു വളരെ അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ഞാൻ 2016 പാസ് ഔട്ടാണ് എഞ്ചിനീയറിങ്. അങ്ങനെ വിദേശത്ത് ഗൾഫിൽ പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. ഞങ്ങളൊരു കോളേജിൽ എല്ലാവരും ടീംസായിരുന്നു, ഒരു ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാവരും കൂടെ. എല്ലാവരും പുറത്താണ്, ആൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ പുറത്താണ്. അപ്പോൾ ആ ഒരു എയിമിൽ കോഴ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് സാധാരണ മലയാളിയുടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പുറത്ത് പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അങ്ങനെ 2016 കോഴ്സ് കഴിഞ്ഞു. ഞാൻ 18-ലും 19-ലും ഞാൻ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു വിസിറ്റിന്, ജോലി അന്വേഷിച്ചിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ പോയിട്ട് ജോലിയൊന്നും ആവാതെ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു അജ്മൽ എന്നൊരു പുള്ളിക്കാരനായിരുന്നു. പുള്ളിക്കാരന് SSC CGL 2018 ത്രൂ അവന് ഇത് കിട്ടി, കസ്റ്റംസ് ഇൻസ്പെക്ടറായിട്ട് അവന് ബോംബെ കിട്ടി. അപ്പോഴാണ് ഞാൻ ഈ എക്സാമിൻ്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. അതെ, എൻ്റെ ഒപ്പം പഠിച്ച അജ്മലിന് ഇത് പറ്റിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റിക്കൂടാ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അപ്പോൾ തന്നെ അജ്മലിനെ വിളിച്ചു. എങ്ങനെയാണ് ഇത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ബുക്സാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കട്ടയ്ക്ക് ഇരുന്നതാണ്. 2019 ഞാൻ അങ്ങനെ പുറത്ത് കോഴ്സിനൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ജസ്റ്റ് യൂട്യൂബും അങ്ങനെ ടെലഗ്രാമൊക്കെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. എത്തിപ്പെട്ടത് അവിചാരിതമായിട്ട് തന്നെയാണ്. ഞാൻ ആക്ച്വലി ഒരു പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തതാണ് 1 വർഷത്തോളം. എന്നിട്ട് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ PSC ആയിരുന്നു ആദ്യം മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ ടൈമിൽ SSC-യുടെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള എക്സാം SSC-യുടെ ആണെന്ന് തോന്നി. മാത്സിലാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത്, മാത്സ് ആൻഡ് റീസണിങ് ആണ്. അപ്പോൾ പിന്നെ PSC വേണ്ട, SSC മതി എന്ന് തീരുമാനിക്കായിരുന്നു. അങ്ങനെയാണ് ഫീൽഡിലേക്ക് എത്തി. പഴയ പാറ്റേണിൽ എഴുതിയിട്ടില്ല, പുതിയ പാറ്റേൺ. ഞാൻ ആദ്യം ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ തന്നെ ഈ പാർക്കർ, കാലിസ്തനിക്സ് അങ്ങനത്തെ അതിൽ ഇങ്ങനെ എന്തെങ്കിലും ട്രെയിനറോ അങ്ങനെ സ്റ്റണ്ട്മാനോ അങ്ങനത്തെ ആയിരുന്നു താല്പര്യം. പിന്നെ ഞങ്ങൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നത് മറ്റേ സേഫ്റ്റി ഒക്കെ കുറഞ്ഞ, സേഫ്റ്റി ഒന്നും ഇല്ലാതെ വെറുതെ അങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പരിക്ക് പറ്റി. പിന്നെ അങ്ങനത്തെ ഈ പരിപാടി ശരിയാവില്ല മനസ്സിലായി. അപ്പോൾ പിന്നെ മുപ്പരമാതിരി ഞാൻ CDS, FCAT അങ്ങനത്തെ നോക്കി, അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോബ്. അപ്പോൾ അതിൽ പിന്നെ SSB ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ അതും റെഡി ആവില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ അത്യാവശ്യം ഇൻ്റർവ്യൂ ഇല്ലാത്ത നല്ല ജോബ് എന്നുള്ളത് ഈ ഇപ്പോൾ പാരാമിലിറ്ററിയിലെ സബ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അതിലേക്കുള്ള സെലക്ഷൻ SSC കൊടുക്കുന്നത്, CPO എക്സാം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ SSCക്ക് ആദ്യം വന്നത്, CPOക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒരു സർജറി കഴിഞ്ഞ്, അപ്പോൾ അത് മെഡിക്കൽ പാസ്സാവില്ല എന്ന് ഡൗട്ടായി. പിന്നെ ഞാൻ CGLക്ക് മാറി. അങ്ങനെ ഇങ്ങോട്ട് മാറി അല്ലേ? ഓക്കെ. അപ്പോൾ പലർക്കും പല പല കഥകളാണ്. ഓരോരുത്തരും എത്തിപ്പെട്ടപ്പോൾ നമ്മളായാലും പല ആരും അങ്ങനെ അറിഞ്ഞുകൊണ്ട് നേരത്തെ അറിഞ്ഞിട്ട് SSC എന്താണെന്ന് അറിഞ്ഞിട്ട് ആരും അങ്ങനെ നേരത്തെ വരുന്നതല്ല. കേരളത്തിൽ പ്രത്യേകിച്ച് അവയർനെസ് കുറവായതിൻ്റെ പ്രശ്നമാണ്. PSCക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് ചോദിക്കാനുള്ള നിബ്രാസിൻ്റെ ആയിക്കോട്ടെ, നമ്മൾ ഈ SSC ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്താണ്, അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് തോന്നിയിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചലഞ്ച് എന്താണ്? അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഞാൻ CPO അതായിരുന്നു മെയിൻ ഗോള്. അപ്പോൾ ഈ സർജറി കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ടായി. പിന്നെ ആ ടൈമിൽ എനിക്ക് വേറെ കുറച്ച് എക്സാംസൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഫിസിക്കലി റെസ്റ്റിൻ്റെ ടൈമിലാണ് വന്നത്. അപ്പോൾ 2023 CPOൻ്റെ ഫിസിക്കലും ആ ടൈമിൽ തന്നെ ആയിരുന്നു. ഫിസിക്കൽ കിട്ടിയിട്ടും കാര്യമില്ല, മെഡിക്കൽ പാസ്സാവുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ CGL എനിക്ക് ആദ്യം അറിയായിരുന്നു. അപ്പോൾ CGL കിട്ടുമെന്നൊക്കെ ഡൗട്ടായിരുന്നു. CPO പിന്നെയും കിട്ടുമെന്ന് തോന്നിയിരുന്നു ഫിസിക്കലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആണ് CGLക്ക് മാറിയത്. വൈഷ്ണവ്, എന്താണ് മെയിനായിട്ട് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്? എന്താണ് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഇടക്കോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു മെയിനായിട്ട് ചലഞ്ച് തോന്നുന്നത്? ചലഞ്ചിങ് എന്ന് പറയാൻ, ഞാൻ തുടക്കം ഇറങ്ങുമ്പോൾ ധാരണയില്ല എന്താണ് SSC, എന്തൊക്കെയാണ് ഇതിൽ ജോബ്, എങ്ങനെയാണ് എക്സാം എന്നുള്ള വലിയ ധാരണയില്ല ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇറങ്ങി ഒന്ന് കോച്ചിങ്ങിനൊക്കെ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഫീൽഡ് ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് കിട്ടുന്ന ഏകദേശം മൈൻഡ് സെറ്റായി, ഇത് തന്നെയാണ് ഫീൽഡ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ പ്രിപ്പറേഷൻ്റെ വഴിയിൽ ഓഫ് കോഴ്സ് പഠിക്കേണ്ടതൊക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളതുണ്ട്, ഒരുപാടുണ്ട് പഠിക്കാൻ അല്ലേ? മെയിനായിട്ട് GK എസ്പെഷ്യലി കുറച്ച് GK ആയിരുന്നു ടഫായിട്ട് തോന്നുന്നു. അതെ, GK ആയിരുന്നു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് അവസാനം റെഡിയാക്കി എടുത്തു. നമുക്ക് ടോപ്പിക് വൈസ് ഓരോരുത്തർ എങ്ങനെയാണ് പഠിച്ച കാര്യങ്ങൾ പിന്നീട് വരാം. ജസ്റ്റ് അഭിഷേക് എങ്ങനെയായിരുന്നു, എന്താ ഒരു മെയിനായിട്ട് ചലഞ്ച് എന്തായിരുന്നു?
എൻ്റെ ചലഞ്ച് മെയിനായിട്ട് GK തന്നെയായിരുന്നു. എന്നെ എപ്പോഴും ഒരു പലപ്പോഴും നമ്മൾ സെലക്ഷൻ്റെ വക്കത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത് GK തന്നെയായിരുന്നു. അപ്പം അത് ഇത്തവണ ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഒരു ഫ്രണ്ടുമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തു. നമ്മൾ രാത്രിയിലൊക്കെ വിളിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓരോ ദിവസം ഒരു ടോപ്പിക്ക് തീരുമാനിച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് GK കൂടുതൽ ക്ലിയർ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് സെലക്ഷനിലേക്ക് എത്താൻ പറ്റിയത്. ഫാസിൽ എന്തായിരുന്നു മെയിനായിട്ട്? ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. മീൻസ് ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ? മീൻസ് ആൾറെഡി ഞാനൊരു 16 പാസ് ഔട്ട് ആയതുകൊണ്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ കോച്ചിങ്ങിലേക്ക് മീൻസ് ഇതിലേക്ക് എക്സാമിലേക്ക് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഇനിയും എത്ര കൊല്ലങ്ങൾ എടുക്കുമോ, ഇനിയും ഒരു ജോലി കിട്ടാൻ സമയം എടുക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചു തുടങ്ങി മോക്കൊക്കെ എടുത്ത ഒരു ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സെൽഫായിട്ട് തന്നെ തോന്നും നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, നമുക്കിത് കിട്ടുന്നു എന്നൊരു ആ ഒരു ഒരു മൊമെന്റ് നമുക്ക് കിട്ടും, നമുക്ക് കിട്ടാവുന്നതാണെന്നുള്ളൊരു. പിന്നെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട്. വൺസ് വരെ എനിക്ക് തോന്നുന്നു വൺസ് ഒരു 1-2 കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇത് കിട്ടുമോ ഇല്ലയോ, ഒന്നും കൂടെ പഠിച്ചാൽ കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ 1-2 കൊല്ലം നമുക്ക് മനസ്സിലാക്കണം ഇത് നമുക്ക് പറ്റുന്നതാണോ എന്നത്. അതാണ് ഈ 2019 സ്റ്റാർട്ട് ചെയ്ത് 24 വരെ നിൽക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയല്ലേ. മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞില്ല, നല്ല റാങ്കോട് കൂടി അച്ചീവ് ചെയ്ത ആളുകളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, ഓരോ ടോപ്പിക്കും എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്ന് അറിയാനായിരിക്കും കുട്ടികൾക്ക് മെയിനായിട്ടൊരു ആഗ്രഹം. അപ്പോൾ ഞാനെപ്പോഴും കുട്ടികളോട് പറയാനുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളുമാണ്, അത് ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. എന്നാലും ഇവരെങ്ങനെയാണ് പഠിച്ചത്, ഓരോ ടോപ്പിക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഇവർ തന്നെ നമുക്കറിയാം. നമുക്ക് ആദ്യം നിങ്ങളെല്ലാവരും പറഞ്ഞൊരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ടഫായിട്ട് പലരും പറഞ്ഞു GK. നമ്മൾ പലപ്പോഴും സിമ്പിളായിട്ട് കാണാറുണ്ട്, എന്നാൽ SSCക്ക് അത്ര BSc പോലെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ നമ്മുടെ ഒരു അഭിഷേക് പറഞ്ഞ പോലെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ചിലപ്പോഴും കുറച്ച് മാറ്റി നിർത്തുന്നത് ചിലപ്പോൾ GK കിട്ടുന്ന മാർക്ക് 1-2-3 മാർക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ GK ഫാസിൽ എങ്ങനെയാണ് മെയിനായിട്ട് GK എങ്ങനെയാണ് പഠിച്ചത്? GK ഇപ്പോൾ ഈ എക്സാമിന് CGL 2024 അതിന് മുന്നേ GKക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. 700 മാർക്കില്ല, വെറും 50 മാർക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് മതിയായിരുന്നു നമുക്ക്. ഇപ്പോൾ പാറ്റേൺ മാറി. ഇപ്പോൾ പാറ്റേൺ മാറി. ഇപ്പോൾ ഭയങ്കര GK ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരാൾക്ക് റാങ്ക് വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ CGLൻ്റെ കലണ്ടർ വരുന്നതിന് മുന്നേ, മീൻസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാനും എൻ്റെ റൂംമേറ്റ് ഉണ്ട് അശ്വന്ത് എന്ന് പറയും, പുള്ളിക്കാരൻ എൻ്റെ ഇതിൽ സെയിം കോഴ്സിൽ വർക്ക് ചെയ്തതാണ്. CGL 21 സെലക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തി. GK 1/1 ആയിട്ട് എല്ലാ ടോപ്പിക്കും ഞങ്ങൾ ലൂസൻ്റ് ആയിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്ത് ലൂസൻ്റ് വെച്ചിട്ട് ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് മീൻസ് 2 പേരും കമ്പൈൻ ആയിട്ട് പഠിച്ച് അത് റിവൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ GK മെയിനായിട്ട് നോക്കിയത്. പരീക്ഷയുടെ മുമ്പായിട്ട് കംപ്ലീറ്റ് നോക്കി തീർന്നു. എക്സാം എനിക്ക് തോന്നുന്നു പ്രിലിംസിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ലൂസൻ്റ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിരുന്നു 2 പേരും കൂടെ. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, GK എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ് ശരിക്കും? യെസ്, GK പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്താ വരിക? എൻ്റെ ഒരു അഭിപ്രായത്തിൽ GK നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോകുമ്പോൾ 4 ഓപ്ഷൻ കാണുമല്ലോ, നമുക്ക് എന്തായാലും നമ്മൾ അറ്റംപ്റ്റ് നമ്മൾ കൊടുക്കണം. അറ്റംപ്റ്റ് കൊടുക്കണം, അല്ലാതെ വെറുതെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇപ്പം GK കുറച്ച് പഠിക്കുന്നവരുടെ നമുക്ക് ചെറിയൊരു നോളജ് ഉണ്ടാവും, നമുക്ക് ഉത്തരം അറിഞ്ഞോളണമെന്നില്ല, ഇന്ന ആൻസർ അല്ല, തോന്നും ഇതാവാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെ 1-2 ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി 2 ഗസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പല കുട്ടികളും എനിക്ക് തോന്നുന്നു ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. GK അറ്റംപ്റ്റ് കുറവായിരിക്കും, അവർക്ക് ആകെ 10-ൽ താഴെ അറ്റംപ്റ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് അവർക്ക് അതിലൊരു 5-6 ശരിയാവും, ഒരു 10 മാർക്കോ 15 മാർക്കോ ഉണ്ടാവും. അതിന് പകരം അറ്റംപ്റ്റ് കൂട്ടണമെന്നാണ്. അഭിഷേകിന്റെ അഭിപ്രായം എന്താ? GK എങ്ങനെയാണ് പഠിക്കേണ്ടത്? അറ്റംപ്റ്റ് കൂടുതൽ ചെയ്യണോ അതോ? ഞാനും ഇതുപോലെ സിമിലർ സ്ട്രാറ്റജിയിൽ കൂടെ തന്നെയാണ് കടന്നു വരുന്നത്. ഒരു പഠിക്കാനൊരു കൂടെ ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഒരാളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ നമ്മൾ തീരുമാനിച്ച് ഇതുപോലെ ഞങ്ങൾ ലൂസൻറ്റിന് പകരം അരിഹന്താണ് എടുത്തതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാ ടോപ്പിക്കും എടുക്കുക, അത് പ്രിലിംസിന് മുമ്പ് തന്നെ നമ്മൾ ഒരു തവണ ഫുള്ള് കവർ ചെയ്യുക, അതിനുശേഷം പിന്നെ റിവൈസ് ചെയ്യുക, അത് തന്നെയായിരുന്നു സ്ട്രാറ്റജി. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അറ്റംപ്റ്റ് കൂട്ടുക എന്നുള്ള ഭാഗത്തിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ എത്രമാത്രം നമുക്ക് പലർക്കും ഒരു ഗസ് അടിക്കുമ്പോൾ നമുക്ക് എത്ര റോങ് ആവും എത്ര കറക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ മോക്കിൽ തന്നെ ഒരു അനലൈസ് ചെയ്ത് ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ റിയൽ പേപ്പറിൽ ഗസ് അടിക്കാൻ. കാര്യം ചിലപ്പോൾ നമ്മൾ ഗസ് അടിക്കുന്നത് കൂടുതലും നെഗറ്റീവ് സൈഡിലേക്കാണ് എപ്പോഴും പോകുന്നത്. ആ ഒരു പാറ്റേൺ ആണെങ്കിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ഗസ് അടിക്കാം. അതല്ല നമ്മൾ പോസിറ്റീവായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ പറ്റും. അങ്ങനെ അതായത് എല്ലാം 100% അറിയുന്നത് മാത്രം ചെയ്യുന്ന രീതി ഒഴിവാക്കുക അല്ലേ? കുറച്ചൊരു ഗസ് വർക്കും കൂടെ അതിൽ ഉൾപ്പെടുത്തണമില്ല. വൈഷ്ണവിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അറ്റംപ്റ്റ് കൂട്ടണം എന്നുള്ളത് തന്നെയാണ്. കാരണം പലരും പേടിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യില്ല, ഉള്ള മാർക്ക് വെറുതെ എന്തിനാ നെഗറ്റീവ് വാങ്ങി കൂട്ടുന്നത് എന്നുള്ളത്. പക്ഷെ ശരിയാണെങ്കിൽ എന്നുള്ളൊരു പോസിബിലിറ്റി അവർ
ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 തെറ്റിയാലും അപ്പുറത്തൊന്ന് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് SSC മാർക്കിംഗ് സ്കീം അനുസരിച്ചിട്ട് പോസിറ്റീവാ കിട്ടുന്നല്ലേ. അങ്ങനെ പിന്നെ എങ്ങനെയാ GK എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ഞാൻ ഒന്നാമത് ഈ പുസ്തകമൊന്നും അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കുന്ന ഒരാളല്ല. കണ്ടൻസ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ PDF നോക്കിയിട്ടായിരുന്നു ഒരുപാട്. പിന്നെ പാർമറിൻ്റെ ഒക്കെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ടയർ 2യുടെ ടൈം ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നു, സാറിനറിയാം, അവിടെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് പവർ ഗ്രൂപ്പ് അല്ലേ? പവർ ഗ്രൂപ്പാണ്. അപ്പോൾ അവരൊന്ന് ഡിസ്കസ് ചെയ്യും, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. ചില ആൾക്കാർ ബുക്ക് നോക്കിയിട്ട് പഠിക്കും, ചില ആൾക്കാർ ഇപ്പോൾ ഞാനൊക്കെ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ബുക്കും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, അതുപോലെ ഓരോ PDF കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കും. അത് ഓരോരുത്തരുടെയും സ്ട്രാറ്റജി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നിബ്രാസിന് എങ്ങനെയായിരുന്നു? ഞാൻ ഇതേമാതിരി ആദ്യം ലൂസൻറ്റിൻ്റെ ബുക്ക് തന്നെ വാങ്ങിയിരുന്നു. അതിൽ ജോഗ്രഫി, സയൻസ് അതൊക്കെ മെയിനായിട്ട് നോക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളൊന്നും പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ GK പറയണമെങ്കിൽ പിന്നെ ഞാൻ ടയർ 1 വേണ്ടിയിട്ട് അവിടെ ക്രാഷ് കോഴ്സിലുണ്ടായിരുന്നല്ലോ, ഓഫ്ലൈൻ ബാച്ച് കഴിഞ്ഞു. അതിൽ ഡിസ്കഷൻ. അപ്പോൾ മെയിനായിട്ട് അവിടുത്തെ ഷെഡ്യൂൾ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടയർ 2 അതേമാതിരി ക്രാഷ് കോഴ്സിൽ തന്നെ ആ ഡിസ്കഷൻ എങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു? അതന്നെ അങ്ങനെ റിവൈസ് ചെയ്യാൻ 2 വട്ടം റിവൈസ് ചെയ്യാൻ പറ്റി. റിവൈസ് ചെയ്യുന്നത്. പിന്നെ പറമാറിൻ്റെ SSCൻ്റെ PDF ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. SSC മലയാളിൻ്റെ PDF-ഉം ഇപ്പോൾ ബയോളജി ഒക്കെ നോക്കണമെങ്കിൽ അങ്ങനെ എനിക്ക് ഈ പിക്ചേഴ്സുള്ള PDF ഇങ്ങനെ ബോറടിക്കാതെ വായിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇപ്പോൾ ജിയോഗ്രഫി, സയൻസൊക്കെ ബോറടിക്കാതെ വായിക്കാൻ പറ്റണതാണ്. അപ്പോൾ ജിയോഗ്രഫി കുറച്ച് പഠിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ചടപ്പുള്ള എക്കണോമിക്സോ അത് അതിൻ്റെ അടിയിൽ കൂടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള വേറെ എന്തെങ്കിലും പഠിക്കും. അങ്ങനെ ആകുമ്പോൾ ബോറടിക്കാതെ പഠിക്കാൻ പറ്റും. അങ്ങനെ അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് GKൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. GK നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നാലും അധികം ഒരുപാട് സമയം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെറും GK ഒഴിവാക്കി വിടാനും പറ്റില്ല. എന്നാൽ ഫുൾ ടൈം അതിൻ്റെ പിന്നാലെ പോകാനും പറ്റില്ല. കാരണം നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് പോയല്ലോ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് നമ്മൾ പഠിച്ചതിനനുസരിച്ച് മാർക്ക് നമ്മുടെ അല്ലേ ആൻസറിൽ കാണാൻ പറ്റും. പക്ഷേ GK നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ കിട്ടുമെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ടൈം ചെലവഴിക്കുന്നത് GK-ലാണ് അല്ലേ. തുടങ്ങിയ ടൈമിൽ ഇപ്പോൾ പാർലമെന്റ് അങ്ങനത്തെ MLA MP അങ്ങനത്തെ സംഭവം ഒന്നും അറിയില്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് പിന്നെ GK കുറച്ചധികം സമയം കൊടുത്ത്. അപ്പോൾ അടുത്ത നമുക്ക് വൈഷ്ണവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ മാത്സ് ഏറ്റവും കൂടുതൽ പല ആൾക്കാർ പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ് ഒരുപാട് അല്ലേ. മാത്സ് പണ്ടാണെങ്കിൽ മെയിൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്, ഇപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എന്നാലും മാത്സ് എങ്ങനെയാണ്, ടഫാണോ? മാത്സ് എങ്ങനെയായിരുന്നു പഠിച്ചത്? മാത്സ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു സ്റ്റാർട്ടിങ് മുതലേ. എസ്പെഷ്യലി കാൽക്കുലേഷൻ സ്പീഡ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഭയങ്കര പണ്ടേ ഒരു ബേസ് ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഈ കൺസെപ്റ്റ്സ് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാത്സിൻ്റെ കാര്യത്തിൽ. പിന്നെ മോക്ക് തന്നെയായിരുന്നു മെയിൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ വിത്ത് ടൈം ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നിബ്രാസ് എങ്ങനെയായിരുന്നു മാത്സ്? ഞാൻ ഡിഗ്രി BSc മാത്സ് ആയിരുന്നു. പക്ഷേ BSc മാത്സിലുള്ള സാധനങ്ങളല്ല SSCക്ക് വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ മാത്സ് പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങി? ഇല്ല, മാത്സ് റീസണിങ് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള 2 ടോപ്പിക്കാണ് ഇംഗ്ലീഷും GK. പക്ഷെ എന്നാലും നമ്മൾ മാത്സ് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് 10ാം ക്ലാസ് ലെവലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെങ്കിൽ പോലും നമുക്ക് കുറച്ചില്ലേ ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കൺസെപ്റ്റ് ക്ലിയർ ആക്കിയത് എങ്ങനെയാണ്? കൺസെപ്റ്റ് ആദ്യം ഞാൻ CPക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കുറച്ച് ബേസിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഏകദേശം കുറച്ചൊക്കെ മറന്നു തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൽ SSC മലയാളിയിൽ ജോയിൻ ചെയ്താണ്ടാണ് പിന്നെ ഫസ്റ്റിൽ നിന്ന് തറായിട്ട് കറക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി ബേസിക്ക്. പിന്നെ നമ്മൾ ക്രാഷ് കോഴ്സിന് ഏകദേശം ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏതായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു? അരിത്മെറ്റിക് ടോപ്പിക്സ് ആണോ അഡ്വാൻസ് മാത്സ് ആണോ ടോപ്പിക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു? അരിത്മെറ്റിക് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നല്ലേ. അഭിഷേകൻ എങ്ങനെയായിരുന്നു? ഏതായിരുന്നു മാത്സിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇവർ പറഞ്ഞ പോലെ ഓൾറെഡി മാത്സ് ഒരു ബേസ് ഉണ്ടായിരുന്നോ അതോ ഇവിടെ വന്നതിന് ശേഷം റെഡിയാക്കി എടുത്താണോ? അല്ല, എനിക്ക് മാത്സ് ഞാൻ SBI പഠിച്ചതിൻ്റെ SBIക്ക് വേണ്ടി പഠിച്ചൊരു ബേസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേഷൻ സ്പീഡാണ് ആക്ച്വലി ആൾക്കാർ വിടുന്ന ഒരു പ്രശ്നം. എല്ലാവരും കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കും, കാൽക്കുലേഷൻ മാത്രം നോക്കില്ല. ശരിക്കും ഡെയിലി കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിലും കിട്ടുകയുള്ളൂ. ഈവൻ നമ്മൾ ബാങ്കിന്റെ എക്സാമിന് എല്ലാവരും കാൽക്കുലേഷൻ സ്പീഡ് ഒരു ഫാക്ടറായിട്ട് തന്നെ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷെ അതാണ് ഇവിടെ ഏറ്റവും വലിയ ഡിസൈഡിങ് ഫാക്ടർ വരിക. കാര്യം നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് മാത്സ് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റീസണിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് മാറും. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിസൈഡിങ് ഫാക്ടറായി വരിക. അപ്പം ഞാൻ ഈ തവണ പ്രിപ്പയർ ചെയ്തപ്പം എല്ലാ ദിവസവും മാത്സിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് കാൽക്കുലേഷൻസിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം അതിന് മാത്രമായിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ മാറ്റി വെച്ചാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ടഫായിട്ടുള്ള, അതായത് 1 മിനിറ്റ് കൂടുതൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് വെച്ച് അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വേറെ
സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മൊബൈലിലാണെങ്കിലും മീൻസ് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് റിവൈസ് ചെയ്തിട്ടാണ് ക്ലിയർ ആക്കിയത്. അപ്പോൾ മെയിനായിട്ട് അതാണ് പറയാനുള്ളത്, കാൽക്കുലേഷൻ സ്പീഡ്. പല ആളുകളും ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്, നമ്മൾ മാത്സിൽ കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന പോലെ തന്നെ ക്ലിയർ ആക്കേണ്ട ഏരിയയാണ് കാൽക്കുലേഷൻ. പല ആളുകൾ കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് വളരെ വൃത്തി കൺസെപ്റ്റ് അറിയാം, പക്ഷേ പരീക്ഷയ്ക്ക് ചെയ്തിട്ട് ഒരു 15-20 ക്വസ്റ്റിൻ്റെ അടുത്ത് എത്തുള്ളൂ, ലാസ്റ്റ് 25 കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത. അപ്പോൾ അവർക്ക് കാൽക്കുലേഷൻ അറിയാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലേ? ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു കാൽക്കുലേഷൻ? എങ്ങനെയായിരുന്നു? അല്ല, മാത്സ് ഒക്കെ എങ്ങനെയായിരുന്നു? മാത്സ് ആക്ച്വലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരാൾക്ക് മീൻസ് മാത്സ് അത്ര ബുദ്ധിമുട്ട് ആവില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു MSc പഠിച്ചല്ലേ? MSc കോതമംഗലത്തെ പഠിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ഒരു ബേസ് ഒന്നും ഇല്ലാതെ ആക്ച്വലി ഞാനൊരു ബുക്ക് വാങ്ങിയിട്ട് പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് അതിങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങിയത്. ഏതായിരുന്നു ബുക്ക്? ഏതായിരുന്നു? മാത്സ് രാകേഷ് പ്രീവിയസ് ഇയറിൻ്റെ ഒരു കമ്പൈൽഡ് വേർഷൻ ആയിരുന്നു. പിന്നെ അതിങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ മെത്തേഡ്സ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മീൻസ് നമുക്ക് അറിയാം ആൻസറിലേക്ക് എങ്ങനെയൊക്കെ എത്തും, കുറേ സ്റ്റെപ്പ്, ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നും അറിയില്ല. മീൻസ് ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പെട്ടെന്ന് ഇതൊക്കെ എക്സാമിന് വന്നാൽ ഒരു എക്സാമിന് ഇത് ഇത്രയും സമയം എടുത്താണോ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഒരു ബോധം പലപ്പോഴും എനിക്ക് തോന്നുന്നു ബുക്കിൽ നോക്കി പഠിക്കുമ്പോൾ കൺവെൻഷൻ മെത്തേഡ് ആയിരിക്കും. അതെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവരിത് എന്ത് സ്ട്രാറ്റജിയാണ് ഇതിൽ യൂസ് ചെയ്തത് നമുക്ക് മനസ്സിലാവില്ല, ഏത് സ്റ്റെപ്പാണ്. അങ്ങനെ 2019 കേട്ടോ ഇത്. 2019 കൺസെപ്റ്റ് ക്ലിയർ ആക്കിയത്. പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തോളണമെന്ന് മീൻസ് അന്നൊന്നും SSC മലയാളിയും ഒരു ഇത് പ്ലാറ്റ്ഫോമും ഇല്ല, നമുക്ക് മലയാളത്തിൽ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമും ഇല്ല. അന്ന് ഞാനൊരു ഹിന്ദി മാത്സിൻ്റെ ഒരു ചാനലാണ് ഞാനൊരു ഇതാണ് ഞാൻ ഇത് വാങ്ങിയത്, ഗൈഡ് വാങ്ങിയിട്ട് മീൻസ് ഒരു കോഴ്സ് വാങ്ങിയിട്ട് ഈ എല്ലാ ക്ലാസ്സും ഒരു 6 മാസം 8 മാസം കൊണ്ട് എല്ലാ ക്ലാസ്സും ഇല്ല. ഹിന്ദി ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും, മാത്സ് അല്ലേ മനസ്സിലാവും. പിന്നെ അങ്ങനെ അത് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കി ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മോക്കിലേക്കൊക്കെ പോകുന്നത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മോക്കിലേക്കൊക്കെ പോയത്. അങ്ങനെ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാം. മാത്സിൽ ഒരു കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ നമ്മള് SSC മലയാളിയുടെ തന്നെ യൂട്യൂബ് ചാനലില് ഈ ഫാസ്റ്റ് മാത്സ് അല്ലെ ക്വിക്ക് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് ഒരുപാട് അത് ആദ്യമായിട്ട് തന്നെ SSC ക്ലിയർ ചെയ്യുന്നത് തന്നെ CHSൽ ക്ലിയർ ചെയ്യാൻ സഹായിച്ചത് ശരിക്കും ആ വീഡിയോസാണ്. അത് അവസാന നിമിഷം ഞാൻ ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടി മാത്രം നോക്കിയതാണ്, ഞാനത് പഠിക്കാൻ വേണ്ടി കൂടി നോക്കിയതല്ല, പെട്ടെന്ന് ഓടിച്ചെങ്കിലും വിടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ഓൾ ഇന്ത്യ നല്ലൊരു റാങ്ക് കിട്ടാൻ സാധിച്ചു. അത് പെട്ടെന്ന് മാത്സിൽ ആ ടൈം സേവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. അതുപോലെ SSCയുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോസ് ഇല്ല, മാത്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ പ്രോബബിലിറ്റിയും റീസെന്റ് ആയിട്ട് പുതിയ എക്സാം പാറ്റേണിൽ വന്നത്, അതൊന്നും പഴയ പാറ്റേണിൽ ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇതിലാണ് ക്ലിയർ ആയിട്ട് പുതിയത് വന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പൊതുവെ നമ്മൾ ബാക്കി എല്ലാ ടോപ്പിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ബാക്കിയുള്ള പ്രോബിലിറ്റി അക്ഷയ് സാറിന്റെ ക്ലാസ്. ഓക്കെ, പിന്നെ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇംഗ്ലീഷ് പൊതുവെ എല്ലാവരും പറയുന്നത് SSCയിൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലേ? എന്ത് വൈഷ്ണവൻ എന്ത് തോന്നുന്നു? ഇംഗ്ലീഷ് അത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ 135 മാർക്കിന് മെയിൻസിന് കുറച്ച് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്, പക്ഷേ അത്ര ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണോ? അതോ ഇംഗ്ലീഷ് റീസെന്റ് എക്സാംസിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഒന്നാമത് ചോദിക്കുന്ന വൊക്കാബൊക്കെ പ്രീവിയസ് തന്നെ ചോദിക്കുന്നത് സിമ്പിൾ ആണ് ഇപ്പോൾ ചോദിക്കുന്നത്, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബ്ലാക്ക് ബുക്ക് ഒക്കെ പറയുന്ന ഒരാൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ വൊക്കാബിലൊക്കെ നല്ല മാർക്ക് അടിക്കും. പിന്നെ എന്താ ബാക്കി സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന റിപ്പോർട്ടഡ്, ആക്റ്റീവ് പാസീവ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പാസേജും ഇപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂടെ ഇപ്പൊ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, ഭയങ്കര സിമ്പിൾ ആയിരുന്നു. സെറ്റപ്പ് നല്ല സ്റ്റാൻഡേർഡ് പാസേജ് ഒക്കെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ട് അതിൽ ഏതെങ്കിലും ഒരു വേർഡ് ബാങ്കിനും ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദിക്കാം. പക്ഷേ SSCയിലോട്ട് അല്ല ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു TCS മാറുക എന്ന് കേൾക്കുന്നുണ്ട് അല്ലേ? SSCന്റെ CPIന്റെ ഡയറക്റ്റീവ് എക്സാമിന് മറ്റേ പാരജമ്പിൾസ് ഒരു 13 ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതാണ് TCS ആകുമ്പോൾ നമുക്കൊരു പറയാൻ പറ്റില്ല ഏത് ലെവലിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ വെണ്ടർ മാറുക എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ചിലപ്പോ സ്റ്റാൻഡേർഡ് കൂട്ടാം. അല്ല എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? കുറച്ച് കൂട്ടണം. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആകുമ്പോൾ ആക്ച്വലി പുതിയ പാറ്റേണും കൂടെ ആകുമ്പോൾ ഒരു ലക്കിന്റെ ഫാക്ടർ നല്ലോണം ഉണ്ട് ഇതില്. അപ്പോൾ ഒരു പേപ്പറും കൂടി സിമ്പിൾ ആയാൽ ഇതിലൊന്നുമില്ല. പിന്നെ പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇത് ബെനിഫിറ്റ് കിട്ടുന്നില്ല ഇങ്ങനെ ഒരു എക്സാമിന്. 10 ക്വസ്റ്റ്യനോളം മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാതെ വരുന്ന ആൾക്കാർക്ക് പോലും
കൂളായിട്ട് മാർക്ക് പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെ അത്ര എഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മാർക്ക് അങ്ങോട്ട് പഠിച്ചത്. പക്ഷേ ഈ മിഡിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് ഇപ്പൊ 310 ആ ഒരു 330ന്റെ ഇടയിൽ ഒരു വലിയൊരു ഇഷ്ടം പോലെ ആൾക്കാർ, അതിൽ കുറെ ആളുകൾ മേലെ പോയി താഴെ പോയി, അതൊക്കെ ലക്കിന്റെ ഒരു. അപ്പോൾ കൂട്ടുന്നത് നല്ലതാന്ന് പറയുന്നല്ലേ? അതെ, സ്റ്റാൻഡേർഡ് കൂട്ടണം. സ്റ്റാൻഡേർഡ് കുറച്ച്, കാരണം ഒരു ഡിഗ്രിയിലെ ഒരു പരീക്ഷ ആകുമ്പോൾ അതിന്റെ ഒരു മിനിമം, കാരണം 150 153 കട്ട് ഓഫ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് കുട്ടികൾ കോമ്പറ്റീഷൻ കൂടിയോണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം കുറെയൊക്കെ ഒരു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. അപ്പൊ എങ്ങനെ നിബ്രാസ് എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷ് മെയിനായിട്ട് പണ്ട് കുറേ മൂവീസും എനിക്ക് ഏകദേശം മറ്റേ +2 ടൈമിലൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ടഫായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് മുതലാണ് ഈ TV സീരീസും മൂവീസൊക്കെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. അത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കുറേ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും. വായിക്കുമ്പോൾ എററൊക്കെ എന്തെങ്കിലും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ വായിക്കുമ്പോൾ തന്നെ ആ ഫ്ലോയിൽ കിട്ടും. പക്ഷേ നിബ്രാസ് ഇങ്ങനെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുട്ടികൾ മൊത്തം സീരീസ് കണ്ടിരിക്കും അല്ലേ? എങ്ങനെ ലിമിറ്റഡ് ആയിട്ടാണോ കണ്ടത്, അതോ ഫുൾ സീരീസ് കണ്ടിരിക്കുമായിരുന്നു? പല ആളുകൾ അഡിക്റ്റഡ് ആയി പോകുന്ന പ്രശ്നമുണ്ട് ലിമിറ്റഡ് ആയി കണ്ടു. ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് അഡിക്റ്റഡ് ആയി പോകുന്ന ആളുകളുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയത്ത് ചിലപ്പോൾ 3, 4, 5 എപ്പിസോഡൊക്കെ ഒരു, അതായത് ലിമിറ്റഡ് ആയിട്ട് കാണാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആണല്ലേ? ഞാൻ സ്ട്രാറ്റജി കാണലാണെന്ന് പറഞ്ഞിട്ട് നിബ്രാസിന്റെ സ്ട്രാറ്റജി അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവർ അല്ല കൺട്രോൾഡ് കാണുന്നത്, എനിക്ക് തോന്നുന്നു കൺട്രോൾ ആയിട്ട് സിനിമകളും ഇംഗ്ലീഷിന്റെ കാണുന്നത്, അതുപോലെ തന്നെ ബുക്ക് വായിക്കുന്നതൊക്കെ വളരെ ജനറൽ റീഡിങ് വളരെ നല്ലതാണ്. ജനറൽ നമുക്ക് എററൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും ചിലതൊക്കെ. കാരണം ഇതിങ്ങനെയല്ലല്ലോ, ഇവിടെ ഇത് വരില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ. ഈ പത്രം വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പത്രം? ഞാൻ വായിച്ചിരുന്നു. ആ പ്രിപ്പറേഷൻ സമയത്ത് ഹിന്ദു വായിച്ചിരുന്നു. മീൻസ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഒരു കോംപ്രഹെൻഷൻ മനസ്സിലായി വായിച്ചാൽ നമുക്ക് കോംപ്രഹെൻഷനും കറണ്ട് അഫയേഴ്സും വൊക്കാബും എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് ബാങ്കിന്റെ പ്രിപ്പറേഷൻ സമയത്ത് എന്തായാലും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും അതിന് മുമ്പ് അങ്ങനെ വായിക്കാറില്ലായിരുന്നു, പക്ഷെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ അടുത്തായിട്ട് കുറച്ചിപ്പം കുറഞ്ഞിരിക്കുകയായിരുന്നു റീഡിങ്. കാര്യം നമ്മൾ ബാക്കി കൂടുതൽ വൊക്കാബുലറി അല്ലാതെ തന്നെ കുറച്ച് ഫോക്കസ് ചെയ്ത കാര്യം, കൂടുതലും ചോദിക്കുന്നതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി റീഡിങ് കുറച്ച് ബാക്കിലോട്ടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് കൂട്ടുവാണെങ്കിൽ എന്തായാലും നമ്മൾ റീഡിങ് കൂടെ മാത്രമേ നടക്കുള്ളൂ. സ്റ്റാൻഡേർഡ് കൂട്ടണം അല്ലേ? കാരണം ഇംഗ്ലീഷൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞ തിയേറ്റർ ഒരുപാട് പേർക്ക് 135 ഔട്ട് ഓഫ് 135 കിട്ടി. അങ്ങനെ പാടില്ല, കുറച്ച് ലെവൽ കൂട്ടുമ്പോൾ. ഇപ്പം നമ്മൾ UPSC ഒക്കെ നോക്കിയാൽ അറിയാം, കട്ട് ഓഫ് ഒക്കെ വരുന്നത് 200, 80, 90 ആ റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അതുപോലെ തന്നെ ടോപ്പർക്ക് പോലും കിട്ടുന്നത് 50-55% മാർക്കാണ് ഒന്നാം റാങ്കുള്ള ആളുകൾ. ആ സമയം ഇവിടെ അതിന്റെ നേരെ താഴെ വരുന്ന പരീക്ഷ 90 സംതിങ്. ഇപ്പൊ കഴിഞ്ഞതിലും ഒരു ഇൻകം ടാക്സ് കിട്ടണ 360+ ഒക്കെ മാർക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ലെവൽ കുറച്ച് കൂട്ടണം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ചിലപ്പോൾ ഇതിന്റെ താഴെ ചിലപ്പോൾ മോശം കമന്റ് ഒക്കെ വരാൻ സാധ്യത. ലെവൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറയാന്നൊക്കെ പറയും. ഡിഗ്രി ലെവൽ എക്സാം അല്ലേ? അതെ, അപ്പൊ ആ ലെവൽ അനുസരിച്ചിട്ടുണ്ടാകും. +2 ആകുമ്പോൾ അതിന്റെ ലെവൽ, 10ാം ക്ലാസ് ആകുമ്പോൾ അതിന്റെ ലെവൽ, MTSനൊക്കെ. ഈ ലെവൽ കൂട്ടിയത് കൊണ്ട് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് അഡ്വാൻറ്റേജ്. അതെ, പ്രിപ്പയർ ചെയ്യുന്നവർ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യം. കുട്ടികൾ അത് നെഗറ്റീവായിട്ട് എടുക്കുന്നതാണ്. കാരണം 2 മാറിക്കഴിഞ്ഞാൽ ലെവൽ കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകും. എല്ലാവർക്കും ഒരുമിച്ചാണല്ലോ ലെവൽ കൂടുന്നത്, അല്ല മാത്രമല്ലോ. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എഫേർട്ട് എടുത്തവരാൾക്ക് എന്തായാലും അഡ്വാൻറ്റേജ്. UPSCന്റെ CDS മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നാല്. CGLന്റെ 2020 മാത്സിന്റെ പേപ്പറൊക്കെ 1 ലെവലായിരുന്നു. അത് കുറച്ച് ലെവലായിരുന്നു, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ ആണെങ്കിൽ ഒരു ഭയങ്കര നമ്മൾ പഠിച്ചതിന് ഒരു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ തീർന്നു പോയതാ തോന്നുന്നു. പഴയ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും അത് വാല്യൂ മാറ്റി അതേ സംഭവം തന്നെ ഇങ്ങനെ പേപ്പർ നൈസ് പേപ്പർ. എനിക്ക് വല്ല മാർക്കൊന്നുമില്ല. റോങ് ക്വസ്റ്റ്യൻസിന്റെ പ്രശ്നമുണ്ട്. അതൊരു മെയിൻ പ്രശ്നമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വരുന്നത്. ടയർ 1 തന്നെ അതിന്റെ ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. 1-2 സ്വാഭാവികം നമുക്ക് തോന്നുന്നു മനുഷ്യന്മാരെ. പക്ഷെ Tier 2 എത്തുമ്പോഴേക്കും 10, 11 ക്വസ്റ്റ്യൻ ഒക്കെ മിസ്റ്റേക്ക്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും പല ആളുകളും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യൽ. മോക്ക് ടെസ്റ്റ് എങ്ങനെ അഭിഷേകം തോന്നുന്നു? മോക്ക് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ചെയ്യണോ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എപ്പോൾ മുതലാണ് ചെയ്ത് തുടങ്ങേണ്ടത്? എന്താണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്? അതിന്റെ അനാലിസിസ് എത്രത്തോളം സമയമെടുത്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് എന്താണ് അഭിഷേകിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പ്രീയുടെ മോക്ക് ഞാൻ കുറെ കൂടെ ഫ്രീക്വന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ പ്രീയുടെ മോക്ക് എടുക്കും. നമ്മളൊരു പ്രിപ്പറേഷൻ ഈവൻ നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനർ ആണെങ്കിൽ പോലും ഒരു പകുതി സിലബസ് ഒക്കെ എത്തി അപ്പൊ തൊട്ടെങ്കിലും മിനിമം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം തീർത്തിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞാൽ തുടങ്ങാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ലെവൽ മനസ്സിലാക്കുക, എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്രീക്വൻസി എത്ര, അത് നമ്മുടെ പ്രിപ്പറേഷന്റെ ഫേസ് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ബിഗിനർ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ വീക്ക്ലി വൺസോ അല്ലെ 2 വീക്ക് കൂടുമ്പോൾ ഒരെണ്ണോ അങ്ങനെയൊക്കെ മതിയാവും. പക്ഷെ നമ്മൾ പിന്നെ കൂടുതൽ എക്സാം അടുക്കും തോറും മിനിമം ഒരു
ഡെയിലി മോക്കിലേക്കൊക്കെ എത്തണം, അതും പ്രീയുടെ സമയത്ത്. പിന്നെ മോക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് മോക്ക് അനാലിസിസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്തു പോയിട്ട് കാര്യമില്ല, അതിന്റെ അനാലിസിസ് കൃത്യമായിട്ട് ചെയ്യാം അല്ലേ? ഫാസിൽ എന്ത് തോന്നുന്നു? അതെ, മോക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മോക്ക് എടുക്കാൻ തുടങ്ങിയത്. മീൻസ് ഞാൻ എല്ലാം ആൾറെഡി എല്ലാം ഒന്ന് തീർത്തിട്ട്, മീൻസ് ഇതൊന്നും തീർത്തിട്ട് സിലബസ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് അന്ന്. മീൻസ് അവർ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് വളരെ കുറവായിരുന്നു മാർക്ക്. പിന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നമ്മുടെ വീക്ക് പോയിന്റ് നമ്മൾ കണ്ടെത്തന്നെ വേണം. മീൻസ് അനാലിസിയുടെ വീക്ക് പോയിന്റ് കണ്ടെത്തണം. നമ്മൾ കുറേ മീൻസ് എല്ലാവരും പഠിക്കുന്നുണ്ടാവും, പക്ഷെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് അറിയുന്നത് മോക്ക് അനാലിസിലൂടെയാണ്. എവിടെയാണ് നമ്മൾ വീക്ക്, നമ്മൾ കറക്റ്റ് ആക്കിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എത്ര സമയം കൊണ്ടാണ് നമ്മൾ ചെയ്തത്, ബാക്കിയുള്ളവർ എത്ര സമയം കൊണ്ടാണ് അത് ചെയ്തത്, ആവറേജ് സമയം അതിൽ കാണിച്ചു. പല ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ശരിയായ ക്വസ്റ്റ്യൻ ആകുമ്പോൾ പിന്നെ അത് അനലൈസ് ചെയ്യും. അത് ചിലപ്പോൾ എല്ലാവരും 10 സെക്കൻഡ് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഒരു മിനിറ്റിലായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതും കൃത്യമായിട്ട് ആ ഒരു 10 സെക്കൻഡിൽ 15 സെക്കൻഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്ട്രാറ്റജി കൂടെ നോക്കണം അല്ലേ? വൈഷ്ണവ് എങ്ങനെയായിരുന്നു മോക്ക് ടെസ്റ്റ്? എങ്ങനെയായിരുന്നു? മറ്റേ വൺസ് ബേസ് ഒക്കെ ഒന്ന് കവർ ആയതിനു ശേഷം പിന്നെ മോക്ക് ഫ്രീക്വന്റ് ആയിട്ട് എടുക്കുമായിരുന്നു. ഡെയിലി മോക്ക് എടുക്കുമായിരുന്നു. അത് ടയർ 1 എക്സാമിനോടൊക്കെ അടുപ്പിച്ച് ഡെയിലി ഒരുപാട് മോക്ക് എടുക്കുമായിരുന്നു. മോക്ക് തന്നെയായിരുന്നു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയാൻ. മോക്ക് തന്നെയായിരുന്നു മെയിൻ. പിന്നെ ഞാൻ എടുക്കുന്ന മോക്കിന്റെ ഒക്കെ ഡാറ്റ എടുത്ത് വെക്കുമായിരുന്നു, ഗൂഗിൾ ഷീറ്റിൽ എടുത്ത് വെക്കുമായിരുന്നു. ഓരോ സെക്ഷൻ വൈസ് മാർക്ക് എങ്ങനെയാണ്, എവിടെയാണ് കുറയുന്നത് എന്നൊക്കെ ഉള്ളത്. ഫ്രീക്വന്റ് ആയിട്ട് ഒരേ സെക്ഷനിൽ കുറയുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാം, അങ്ങനെ ചെയ്യുമായിരുന്നു. വൈഷ്ണവ് ചെയ്തൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ഗൂഗിൾ ഷീറ്റിൽ എടുത്ത് വെക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മൊബൈലിൽ ഈവൻ ഏത് ഡിവൈസിൽ വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ വെറുതെ ചിലപ്പോൾ ഒരു ബസ്സിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് പോർഷൻ എന്നൊക്കെ നോക്കാൻ ആ ഒരു ടൈം മതിയാവും. അപ്പം അങ്ങനെ നമ്മളൊരു പേപ്പറിൽ തന്നെ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കുന്നതിലും ഭയങ്കര എഫക്റ്റീവ് ആണ് ഇപ്പൊ ഗൂഗിൾ ഷീറ്റിൽ ചെയ്തു വെക്കുന്നത്. പിന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് വൈഷ്ണവ് ഗൂഗിൾ ഷീറ്റിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ടോട്ടൽ എത്ര മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ആ എഴുതി വെച്ച എത്ര ഉണ്ടാവും? ഒരു ഏകദേശം. കുട്ടികൾക്ക് പല കുട്ടികളായിട്ട് ഇമ്പോർട്ടൻസ് അറിയില്ല, പലരും ചോദിക്കുന്നുണ്ട് എത്ര നമ്മൾ എഴുതി വെക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ടയർ 2 ലാസ്റ്റ് ഒരു 2 മന്ത് അങ്ങനെയാണ്, 2-3 മന്ത്സിൽ അങ്ങനെ എടുത്ത മോക്കുകൾ തന്നെ ഒരു 150 കൊടുക്കുന്നുണ്ടോ. ടയർ 2 മാത്രം അത്ര ഇമ്പോർട്ടന്റ് ആണ് ഓരോ ടോപ്പേഴ്സ്. അതായത് എനിക്ക് തോന്നുന്നു അപ്പൊ ഒരുപാട് ഇതിന് വേണ്ടി ഇഷ്ടം മോക്ക് തന്നെ ആയിരുന്നു മെയിൻ. ഡെയിലി ടയർ 2 തന്നെ 2-3 മോക്കൊക്കെ ഡെയിലി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 150 മോക്ക് 2-3 മാസം കൊണ്ട് ഡെയിലി ഒരു മോക്ക് ചെയ്താൽ പോലും നമുക്ക് മാക്സിമം ഒരു 70-90 എത്താൻ പറ്റും. അപ്പൊ ഡെയിലി 2 മോക്കിന്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് മോക്കും അതിന്റെ അനാലിസിസ് കേട്ടോ. നിബ്രാസ് എങ്ങനെയായിരുന്നു മോക്ക് സ്ട്രാറ്റജി? എങ്ങനെയായിരുന്നു മോക്ക്? ഞാൻ 2023 CGL വേണ്ടിയിട്ട് അങ്ങനെ മോക്ക് ചെയ്തിട്ടില്ല. 2024 CGL വേണ്ടിയിട്ടാണ് ചെയ്തു തുടങ്ങി. ഡെയിലി ഒരു മോക്ക് ആദ്യം. പിന്നെ അനാലിസിസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ 1 മണിക്കൂറാണ് ഇപ്പോൾ എക്സാമ്പിൾ. ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് അനാലിസിസ് ചെയ്യുമായിരുന്നു. അതിലിപ്പോൾ പറഞ്ഞ ഒരു ആവറേജിനേക്കാളും ടൈം കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം ടെക്സ്റ്റ് ബുക്കിലാണ് മോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ടൈം കുറഞ്ഞ മറ്റേ പച്ച ഇതാക്കിയാണ്ട് ചിരിച്ചങ്ങാണ്ട് ഇമോജി കാണിക്കും. അത് കാണുമ്പോൾ തന്നെ ചുവപ്പാണ് ടൈം കൂടുമ്പോൾ. അപ്പോൾ പിന്നെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അതിൽ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ലൈബ്രറിയിൽ പോയാൽ പിന്നെ വീണ്ടും പോയി ചെക്ക് ചെയ്യാം. അങ്ങനെ ടഫുള്ള ക്വസ്റ്റ്യൻസും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ട്രിക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് അവിടെ സേവ് ചെയ്ത് വെക്കും. പിന്നെ വേരിഡ് പ്ലാറ്റ്ഫോംസ് മോക്ക് ട്രൈ ചെയ്യാന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ടെക്സ്റ്റ് ബുക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. എൻ്റെ ഞാൻ ഇപ്രാവശ്യം എടുത്തത് മീൻസ് ഒലിവ് ബോർഡാണ് ഞാൻ മൊത്തം എടുത്തത്. മീൻസ് ഞാൻ കുറച്ച് മുന്നേ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം. മീൻസ് ഒരു ഡിഫിക്കൽറ്റി ലെവൽ നമുക്ക് കുറച്ചറിയാം. ഒന്ന് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആണ്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്ക് 1 സിമ്പിൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിരുന്നു പണ്ട്. പക്ഷേ എനിക്ക് കഴിഞ്ഞ SSCന്റെ പാറ്റേൺ അനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നല്ലത്. കാരണം അത്ര ഈസി പേപ്പർ അല്ലേ. പക്ഷെ ഇനി അങ്ങോട്ട് ഒരുപാട് ലൈവ് മോക്സ് ഒരുപാട് എല്ലാ ആഴ്ചയും ഒരുപാട് കിട്ടും. വീക്കെൻഡ്സിൽ ഒരുപാട് ലൈവ് ഉണ്ട്. ഒലിവ് ബോർഡ് ഉണ്ട്, RB ഉണ്ട്, പണ്ഡിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വാരിഡ് പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്യുമ്പോൾ വാരിഡ് ക്വസ്റ്റ്യൻസ് കാണാം, ഇവരുടെ തന്നെ വെറൈറ്റി സൊല്യൂഷൻസ് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോക്ക് എടുക്കുന്നതാണ് നല്ലത്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പരീക്ഷ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ ടഫ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഒരു 3-4 മാർക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മാർക്ക് കുറഞ്ഞ ഡെസ്പ് ആകുന്ന ആൾക്കാർ. അപ്പൊ അവർ പിന്നെ എടുക്കാൻ നിൽക്കില്ല, പിന്നെ കുറച്ചുകൂടെ കൺസെപ്റ്റ്സ് പഠിച്ചതിന് ശേഷം. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മാർക്ക് നോക്കരുത്, പെർസെന്റേജ് മാർക്ക് നോക്കുമ്പോൾ ടഫ് നോക്കാവുമ്പോൾ മാർക്ക് പറയും. അത്യാവശ്യം പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറവായിരുന്നു. പെർസെന്റേജ് നോക്കിയാൽ മതി. മാർക്ക് നോക്കി 90+ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 90+ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കോറാണ് അല്ലേ. പിന്നെ വേറൊരു മെയിൻ ആയിട്ട് കാര്യങ്ങൾ ഇപ്പൊ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പോൾ Tier 1 Tier 2 രണ്ടിലും മാത്സും ഇംഗ്ലീഷും റീസണിങ് GK ഒക്കെ വരുന്നുണ്ട്. പക്ഷേ Tier 1 ആകുമ്പോൾ നമുക്ക് 1 മണിക്കൂർ, ഈ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ടൈം എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മാത്സിന്റെ മുകളിൽ ഇരിക്കാം, അതിൽ അരമണിക്കൂർ എടുക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് എടുക്കാം. ഇത് വേണം.
പക്ഷേ ടിയർ 2 എത്തുമ്പോൾ അങ്ങനെയല്ല. ടിയർ 1 ടോപ്പിക് ഒക്കെ സെയിം ആണ്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജി കെ ആണ്. പക്ഷേ രണ്ട് സെക്ഷൻ ആയിട്ടാണ്. അതെ. അതിൽ ഫസ്റ്റ് സെക്ഷൻ എനിക്ക് തോന്നുന്നു ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനിലോട്ട് എത്തുമ്പോൾ ടൈമിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഉണ്ടെങ്കിൽ സമയം ഒരുപാട് ഉണ്ടാവും, ചിലപ്പോൾ പല ആൾക്കാരും കടന്നുറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു ടിയർ 1 ടിയർ 2 സെപ്പറേറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? ടോപ്പിക് ഒക്കെ സെയിം, സിലബസ് ഒക്കെ സെയിം ആണെങ്കിൽ പോലും സെപ്പറേറ്റ് ഇബ്രാസ് എങ്ങനെയായിരുന്നു? സെപ്പറേറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതോ സെയിം പ്രിപ്പറേഷൻ തന്നെ പോയിരുന്നു? ഇല്ല സെയിം പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ SSC മലയാളി ക്രാഷ് കോഴ്സ് 1ഉം ക്രാഷ് കോഴ്സും 2 ആണ് ഫോളോ ചെയ്തിരുന്നത് മെയിനായിട്ട്. അപ്പോൾ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? ഇല്ല വേറെ അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്ട്രാറ്റജി മാറ്റിയായിരുന്നു? കാരണം അതിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ടയർ 1ന് ഞാൻ ആദ്യം ജി കെ ചെയ്യും. ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റിൽ ജി കെ ചെയ്യാൻ നോക്കും. പിന്നെ ഒരു ആദ്യം ജി കെ ആണ് ചെയ്യുക. ആദ്യം ജി കെ ചെയ്യാം. പിന്നെ 5 to 6 മിനിറ്റിൽ ബാക്കി ഇംഗ്ലീഷ് ചെയ്യാൻ നോക്കും. പിന്നെ ഒരു 10, 12, 13 മിനിറ്റിൽ റീസണിങ് ഫുള്ളാക്കാൻ നോക്കും. പിന്നെ ബാക്കി ഒരു 36 മിനിറ്റ് മാത്സിന് ബാക്കി ഉണ്ടാവും. പിന്നെ ടയർ 2ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം റീസണിങ് സെഷൻ 1ൽ ചെയ്തിരുന്നു. അതൊരു 15-20 മിനിറ്റിൽ ഫുള്ളാക്കാൻ നോക്കും. പിന്നെ ബാക്കി ഒരു 40 മിനിറ്റ് നമുക്ക് മാത്സിന് ഉണ്ടാവും. അഭിഷേക് എങ്ങനെയാ മറ്റേ പ്രിപ്പറേഷൻ വേറെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ടിയർ 1 ടിയർ 2 അതോ? ടിയർ 1 ടിയർ 2 ഇപ്പോൾ പറഞ്ഞ കണക്ക് നമ്മൾ ടൈം ഡിവൈഡ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇരുന്നത്. ഇപ്പം കാരണം കുറെ കാലം ടിയർ 1 ഇങ്ങനെ എഴുതി പെട്ടെന്ന് ടിയർ 2 വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്ത്? ഇബ്രാസ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യത്തിൽ ആദ്യം ജി കെയിൽ തുടങ്ങാന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഒരു ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്, നമ്മൾ അത് അവരവർക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നല്ലത് അങ്ങനെ വേണം. എനിക്ക് ജി കെയിൽ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് അന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ടൈം ഉണ്ടല്ലോ. അപ്പോൾ 4 മെത്തേഡ് 4ലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനുള്ളത്. ഞാനൊക്കെ ആണെങ്കിൽ പഠിച്ച സമയത്ത് ഞാൻ റീസണിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം റീസണിങ് നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-20 ക്വസ്റ്റനെങ്കിലും കോൺഫിഡൻസ് കിട്ടും. ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്ന ഞാൻ അതിലുള്ള അതേ ഓർഡറിലാണ് പോയത്. പിന്നെ നമുക്കൊരു ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതിലുള്ള ഓർഡറിലാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു.